ടു സ്ട്രോക്ക് വണ്ടികൾ മോഷണം പോകുന്നത് ഒരു തുടർ കഥയായിക്കൊണ്ടിരിക്കുകയാണ്. 4 വണ്ടികൾ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്കൊരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വണ്ടികൾ മിസ്സായ, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വണ്ടികൾ മിസ്സായ എത്രയും പെട്ടെന്ന് HTZ മോട്ടോൻ്റെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് വണ്ടികൾ മോഷണം പോയതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തതിൽ ചില വണ്ടികളൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ചില വണ്ടികൾ തിരിച്ച് കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു സംഭവങ്ങൾ എന്താണെന്ന് വീഡിയോയിൽ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കള്ളന്മാർ അത് കണ്ടിട്ട് അതുകൂടി പിന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് അത് നമ്മളിപ്പോൾ പറയണില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടികൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ എവിടെ നിർത്തിയിടാതിരിക്കുക. പിന്നെ ഞാൻ പോലും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലോക്ക് സിസ്റ്റം. ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ വണ്ടി അടിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം കുറച്ച് പണി എടുത്തിട്ടൊക്കെ അത് പിന്നെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സെൻസറുകൾ വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നോർമൽ ഒരു വണ്ടിയുടെ മോഡലിൽ നിന്ന് മാറ്റി എന്തെങ്കിലുമൊക്കെ ഒരു യുണീക്ക് സാധനം നിങ്ങളെ വണ്ടിയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എൻ്റെ വണ്ടിയൊന്നും പെട്ടെന്ന് അടിച്ചുകൊണ്ടാകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി പോലത്തെ വണ്ടികൾ കേരളത്തിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ച് വണ്ടികളെ പറയാനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സെയിം ഡിസൈൻ സെയിം മോഡൽ വേറെ വണ്ടി ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുള്ള സാധ്യതകൾ കുറവാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. നമ്മൾ ഗോൾഡ് എടുത്തിട്ട് വീടിൻ്റെ മതിലിൽ വെക്കണ എങ്ങനെയാണോ അതുപോലെ സേഫ് അല്ലാത്ത പരിപാടിയായിട്ടുണ്ട് 2 സ്ട്രോക്ക് വണ്ടികൾ പുറത്ത് വെക്കുന്നത്. നമുക്ക് സമയം ഉണ്ടായിട്ടല്ല, പക്ഷേ വണ്ടികൾ മിസ്സാവുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മൾ ഇത്തരം വണ്ടികളുടെ ബ്രാൻഡിൻ്റെ പുറത്ത് ഷോപ്പ് തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ ഇത് യൂസ് ആവുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പോയ കേസുകളിൽ ഒന്ന് ദയവ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കരുത്. റീസെൻ്റ് ആയിട്ട് പോണ കേസുകളിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. വണ്ടി എപ്പം മിസ്സായി അപ്പം നിങ്ങൾ വിളിക്കണം. എല്ലാവരും യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വണ്ടികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഇൻ കേസ് ഞാൻ നാട്ടിലില്ലെങ്കിലും എന്നെ കണക്ട് ചെയ്യുക എന്നുള്ള സാഹചര്യങ്ങൾ അവരുണ്ടാക്കി തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.